ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് ഈ ബീഫിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിക്കുന്ന സമയത്ത് ഇങ്ങനെ സവോള ചേർത്ത് കൊടുത്താൽ ബീഫ് കറിക്ക് ടേസ്റ്റും കൂടും. അതുമാത്രമല്ല ബീഫ് കറിക്ക് നല്ല കൊഴുപ്പും ഉണ്ടാകും. ഇനി ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ആ കൂട്ടത്തിലായി തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അല്പം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യമായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിലായി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിലായി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും തേങ്ങാക്കൊത്ത് ബീഫിൻ്റെ ഇടയ്ക്ക് കടിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഇത്തിരി തേങ്ങാക്കൊത്തും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. എന്നാലും ഒരിത്തിരി ബീഫ് ഗ്രേവി കിട്ടാനായിട്ടാണ് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൈ വെച്ചിട്ട് ബീഫ് കഷ്ണങ്ങളിലൊക്കെ മസാല നന്നായി പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കറിൻ്റെ അടപ്പ് നന്നായി അടച്ച് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ അടുപ്പിലേക്ക് വെക്കാം. ഇവിടെ കിട്ടുന്ന ബീഫിന് വേവ് വളരെ കുറവാണ്. ഒറ്റ വിസിലടിച്ചാൽ മതി. അപ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെക്കാം. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായി ഒരു ഇരുമ്പ് ചട്ടി ചൂടാകാനായി അടുപ്പിൽ വച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം കേട്ടോ. ഇനി ഇവയെല്ലാം ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാമേ. വറ്റൽമുളകും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി വരണ്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് 2 വലിയ സവോള അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സവോള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാനായി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ സവോള ഈ കൂട്ടിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇരുമ്പിയട്ടി ആയതിനാൽ തന്നെ സവോള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ചൂടായി കിട്ടാൻ ഇത്തിരി പാടുണ്ടെന്നേ ഉള്ളൂ. ചൂടായി കിട്ടിയാൽ പിന്നെ നല്ല പരുവത്തിന് ബീഫൊക്കെ ഉലർത്തിയെടുക്കാൻ ഇരുമ്പിച്ചട്ടിയാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ ഇരുമ്പിച്ചട്ടി ഉണ്ടെങ്കിൽ ബീഫ് ഉണ്ടാക്കാനായി ഇരുമ്പിച്ചട്ടി എടുക്കണം കേട്ടോ. ഏറ്റവും നന്നായി ബീഫ് ഉലർത്തും ബീഫ് റോസ്റ്റും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇരുമ്പിച്ചട്ടിയിലാണ്. സവാള ഒരു നല്ല ഗ്ലാസ് പരുവത്തിന് വരണ്ട് വന്നു കഴിയുമ്പോൾ സവാളയെല്ലാം ചട്ടിയുടെ സൈഡിലേക്ക് ഒന്ന് ചെറുതായി വകഞ്ഞ് മാറ്റി കൊടുത്തിട്ട് ചട്ടിയുടെ നടുവിലായി 2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തീ നന്നായി കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാമേ. കൂട്ടത്തിൽ തന്നെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒന്നിന് പിറകെ ഒന്നായി ചേർത്ത് കൊടുക്കണേ. ഇനി ഇവ തീ കുറച്ച് വെച്ച് നന്നായി പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. മസാലയും പൊടിയും നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഈ കൂട്ടിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായി തീ കൂട്ടിയിട്ട് കൊടുത്ത് ഈ ബീഫ് ഈ മസാലയുമായി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. ഈ ബീഫും മസാലയും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബീഫ് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബീഫ് വേവിച്ച് കുറച്ച് ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റോസ്റ്റ് ഇച്ചിരി നല്ല ജ്യൂസി ആയിട്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ബീഫ് നല്ലപോലെ ഗ്രേവി അല്പം പറ്റുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം.
ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായി പറ്റിപ്പോയിട്ടുണ്ട്. ബീഫ് റോസ്റ്റ് പരുവം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാട്ടോ. നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയാൽ മാത്രം മതി ട്ടോ. ചോറിന്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിന്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പൊളി ബീഫ് റോസ്റ്റ് ആണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.